സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും അതുപോലെ അമിനി ദ്വീപിൻ്റെ കാളിയുമായിരുന്ന സയ്യിദ് ഫത്തഹുല്ല മുത്തുക്കോയത്തങ്ങൾ ഇന്ന് രാവിലെ അന്തരിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ജനാസ അല്പസമയത്തിനകം തന്നെ സുപ്രഭാതം മസ്ജിദ് കോമ്പൗണ്ടിലേക്ക് എത്തിക്കും. ഇവിടെ സമസ്തയുടെ ഈ കോമ്പൗണ്ടിൽ എത്തിച്ചതിന് ശേഷം ഇവിടുന്ന് മയ്യത്ത് നിസ്കാരവും അതിനുശേഷമുള്ള പൊതുദർശനത്തിനും ശേഷമാകും ഇന്ന് വൈകിട്ട് 5 കൊണ്ടോട്ടിയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കമുണ്ടാവുക. നമ്മളിപ്പോൾ ഉള്ളത് സുപ്രഭാതം കോമ്പൗണ്ടിലാണ്. ഇന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം. രാവിലെ 9 മണിയോടെയാണ് കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ അദ്ദേഹം വിടവാങ്ങുന്നത്. വിവിധ സമസ്തയുടെ വിവിധ കേന്ദ്ര മുഷാവറ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇപ്പോൾ അവിടെ സുപ്രഭാതത്തിൻ്റെയും അതുപോലെ സമസ്തയുടെയും കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാനമായി അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നിരവധി പ്രവർത്തകരും സമസ്തയുടെയും മറ്റ് പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർക്കുന്നത് എന്നുള്ളത് വളരെ നമുക്ക് ഈ അവസരത്തിൽ അവരോടൊക്കെ ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജനാസ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുന്നതാണ്. കോഴിക്കോട് കാളി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ സംസ്ഥയുടെ സമുന്നതനായ ഒരു പണ്ഡിതന് പുറമെ അമ്മീനടക്കമുള്ള വലിയ ഒരു മഹലിൻ്റെ ഖാദിയും ഒരുപാട് സത്യവിശ്വാസികൾക്ക് ആശ്രാ കേന്ദ്രമായിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. ആദ്യകാല ഫൈസിമാരിൽപ്പെട്ട ഒരു വന്ദ്യരായ സയ്യിദ് അവർകൾ എൻ്റെ വന്യ പിതാവിൻ്റെ കൂടെ ഒന്നിച്ച് ജാമിയ നൂരിയിൽ ക്ലാസ്മേറ്റായിരുന്നു. എന്തുകൊണ്ടും സമൂഹത്തിലേറെ സമ്മതനായ ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല വലിയ സൂഫി വര്യൻ കൂടിയായിരുന്നു. അദ്ദേഹം കുറേ തെരീക്കത്തിൻ്റെ ഷെയ്ഖാണ്. ഒരുപാട് തെരീക്കത്തിൻ്റെ അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ശ്രീലങ്ക ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ അമീനി ചെല്ലുന്നവർക്കൊക്കെ വലിയ സ്വീകരണവും വലിയ സൽക്കാരമൊക്കെ ചെയ്തവർ നൽകുമായിരുന്നു. സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പണ്ഡിതനെയാണ്, ഒരു സയ്യിദിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നാമോഫറത്തിൽ കിട്ടുമെന്ന് പ്രാർത്ഥിക്കും. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ദീനീ ചലനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രമുഖനായൊരു പണ്ഡിതനെയാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തോടുകൂടി നഷ്ടപ്പെട്ടത്. ലക്ഷദ്വീപ് പൂർണ്ണമായും സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് അവിടെയുള്ള ദീനീ ചലനങ്ങളൊക്കെ നടക്കാറുള്ളത്. അതിലേറ്റവും പ്രധാനമായ പങ്കുവഹിച്ച ആളാണ് ബഹുമാന്യനായ തങ്ങളവർകൾ. അദ്ദേഹം അമീനി ദ്വീപിലെ ഖാദിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ദ്വീപുകളിലെയും ആത്മീയമായ നേതൃരംഗത്ത് വളരെ സജീവമായി നേതൃത്വം കൊടുത്ത ഒരു മഹാനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായും സൂക്ഷ്മമായ ജീവിതം നയിക്കുകയും അതോടൊപ്പം തന്നെ സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നുള്ള, പ്രത്യേകിച്ചുകൊണ്ട് ഷെയ്ഖുന ശംസുൽ ഉലമ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. അതുകൊണ്ട് തന്നെ തങ്ങളുമായി പലപ്പോഴും സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഫത്തുല്ലാ തങ്ങളുമായിട്ട് ദ്വീപിൽ വെച്ചും ഇവിടെ വരുന്ന സമയത്തുമൊക്കെ പലപ്പോഴും സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ വളരെ വലിയൊരു പ്രത്യേകത നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ചുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ശംസുൽ ഉലമയെ കുറിച്ചുകൊണ്ടുള്ള ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, ഇതൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ സംസാരത്തിനിടയിൽ. അപ്പോൾ ശംസുൽ ഉലമ എന്നത് മഹാനവറുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. സംസാരത്തിൽ മാത്രമല്ല, ശിഷ്യനായിരുന്നു. അതോടൊപ്പം തന്നെ ദ്വീപിലെ പ്രമുഖനായൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം സയ്യിദാണ്, പണ്ഡിതനാണ്. പ്രത്യേകിച്ച് ദ്വീപിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്കൊക്കെ SKSF പ്രവർത്തനത്തിന് ഉൾപ്പെടെ ആവശ്യമായ ഊർജം നൽകുകയൊക്കെ ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട തങ്ങളവർക്കാണ്. അപ്പോൾ തങ്ങൾ പ്രത്യേകിച്ച് ദ്വീപും കേരളവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിലെ പ്രധാന കണ്ണിയായിരുന്നു. ആ ബന്ധം നിലനിൽക്കുന്ന കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ്വീപിലെ ദീനീ രംഗത്തിന് വലിയ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥയുടെ കേന്ദ്ര മുഷാവറ മെമ്പറാണ്. ഒരു വലിയ ഒരു പദവിയാണല്ലോ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് സമസ്ത മുഷാവറ അംഗമാവുക എന്നുള്ള. അതിനേക്കാൾ അപ്പുറം ഒരു മുസ്ലിമിനൊരു പദവി കിട്ടാനില്ല. അപ്പോൾ സമസ്തയുടെ കേന്ദ്ര മുഷാവറയിൽ അംഗമാവുക എന്ന പദവിയും നേടിയെടുത്ത മഹാനായ ഒരു വ്യക്തിത്വമാണ്
എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സമസ്തയെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയൊരു നഷ്ടം തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ വഫാത്ത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ നഷ്ടമാണ് സംസ്ഥക്കുണ്ടായിരിക്കുന്നത് ഫത്തഹുല്ല തങ്ങളുടെ വിയോഗത്തോടു കൂടി. അതോടൊപ്പം തന്നെ ദ്വീപും അമിനി ദ്വീപുമായും അല്ലെങ്കിൽ ലക്ഷദ്വീപുമായും ഒക്കെ കേരളത്തിനുണ്ടായിരുന്ന ഒരു ആത്മീയ ബന്ധത്തിൻ്റെ ഒരു കണ്ണി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം സംസ്ഥക്കും അതുപോലെ തന്നെ ആ ഒരു കണക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു വിടവ് എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം. പണ്ഡിതനായ ഒരു വ്യക്തിയാണ് നഷ്ടമായിരിക്കുന്നത്. സമസ്തക്കും അതുപോലെ തന്നെ ഈ ആത്മീയ കേരളത്തിനൊക്കെ ഉള്ള ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നതനായ ഒരു നേതൃത്വ രംഗത്തുള്ള വ്യക്തിയായിരുന്നു. ആ പണ്ഡിതനും തൻ്റെ നാട്ടിൽ ദീർഘകാലമായി ഖാദിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം ബഹുമാനപ്പെട്ട സമസ്തയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ദ്വീപ് സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ആദ്യകാല ജാമ്യയിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ജാമ്യക്കും വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഒരു പകരക്കാരനെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഈ സമയത്ത് ദുആ ചെയ്യാനുള്ളത്. സമസ്ത ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗവും അമീനി ഖാദിയും സമസ്ത ജമിയത്തുൽ ഉലമ ദ്വീപ് സമൂഹത്തിൽ ശക്തമായി നേതൃത്വം നൽകുന്ന വലിയ ഒരു പണ്ഡിത മഹാനായിരുന്നു സയ്യിദ് ഫത്തഹുല്ല മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹത്തിൻ്റെ നിര്യാണം സമസ്തയുടെ പ്രവർത്തനം കണ്ട ദ്വീപ് സമൂഹത്തെയും ഏറെ പ്രയാസവും ദുഃഖവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നതിനാൽ തന്നെ ഡോക്ടർമാർ വിധി പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിലും ഇത്ര പെട്ടെന്ന് നമ്മോട് ഇവിടെ പറയുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഏതായാലും അള്ളാഹുവിൻ്റെ ഖളാ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം കുണ്ടോട്ടിക്കടുത്ത മുണ്ടക്കുളം ജലാലിയെയും അദ്ദേഹത്തിൻ്റെ അന്ത്യ നിദ്ര അവിടെ ആവണം എന്ന അദ്ദേഹത്തിൻ്റെയും മക്കളുടെയൊക്കെ ആഗ്രഹം. അതേപ്രകാരം അവിടെയാണ് ജനാസ മറവ് ചെയ്യുന്നത്. സമസ്തയുടെ ആസ്ഥാനത്ത് വെച്ച് ഇവിടെ നിസ്കാരം നിർവഹിച്ച് നേരെ ജലാലിയെ കൊണ്ടുപോകും. ഏറെ പ്രയാസം ഉണ്ട് സമസ്തയുടെ ഓരോ പ്രവർത്തനം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വിയോഗം. അള്ളാഹു അദ്ദേഹത്തിന് ദറജ ഏറ്റി കൊടുക്കുമെന്നാണ്. ഓരോ ആളുകളും പ്രതികരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയാവുന്നത്. കാരണം കേരളത്തിലായാലും അതുപോലെ തന്നെ ലക്ഷദ്വീപിലായാലും ഒക്കെ ഈ ആത്മീയ കാര്യങ്ങളിലുമൊക്കെ ഏറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ കോഴിക്കോട് ഖാദി പറഞ്ഞ പോലെ ശ്രീലങ്ക കേന്ദ്രമാക്കി വളരെയധികം കാലം പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാക്കുന്ന വിടവ് എങ്ങനെ നികത്തുമെന്നുള്ളത് ആശങ്ക തന്നെ സംസ്ഥയുടെ നേതാക്കൾക്കുണ്ട്. എൻ്റെ പേര് സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ, സയ്യിദ് മുത്തുക്കോയ തങ്ങൾ, പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ അംഗമാണ്. പിന്നെ 64 കാലഘട്ടത്തിൽ പട്ടിക്കാട് നിന്ന് ജാമ്യയിൽ നിന്നിറങ്ങിയ വളരെ ഷെയ്ഖുന അതുപോലെ തന്നെ ഇ കെ ഉസ്താദൻ അതുപോലെ തന്നെ കൂട്ടുമല ഉസ്താദിൻ്റെയും വളരെ വേണ്ടപ്പെട്ട ശിഷ്യനാണ് തങ്ങൾ ഏട്ടന്. അപ്പോൾ അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇക്ര ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പോൾ അത് അമേൻ്റെ ദ്വീപിലെ ഖാദിയുമാണ്. ലക്ഷദ്വീപിൽ അറിയപ്പെട്ട സമർത്ഥരായ ആലിമീങ്ങളിൽ ഒരാളാണ്, തലയെടുപ്പുള്ള ആലിമാണ്. എല്ലാ നിലക്കും പൊതുവെ ശംസുൽ ഉലമ പിന്നെ ഷെയ്ഖുന കൂട്ടുമല ഞങ്ങളുടെ ഏറ്റവും അവിടുത്തെ 2 മഹാന്മാരുടെയും പിന്നെ അറിയപ്പെട്ട ശിഷ്യനുമാണ്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും തലയെടുപ്പുള്ള ആലിമും പിന്നെ അവിടുത്തെ കുറേ സമസ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. അപ്പം അങ്ങനെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ മയത്ത് അപ്പോൾ ഇൻഷാ അല്ലാഹു തആല വളരെ കാണാൻ പറ്റി. ലക്ഷദ്വീപിലാണ് ഞാനിപ്പോൾ ഇവിടെ ദ്വീപിലുണ്ട്. എനിക്കിവിടെ പിന്നെ മഞ്ചേരിയിൽ ആനക്കയം നമ്മുടെ അവിടെ വീടുമുണ്ട്. ഇങ്ങനെയാണ്. ഇത് ഷമീലാണ്. ഇത് എൻ്റെ മൂത്താപ്പൻ്റെ മകളുടെ കോയത്തങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാണ്ഡിത്യത്തിൻ്റെ ഒരു നിറകുടമായിരുന്നു. ഏത് കാര്യങ്ങൾ ചോദിച്ചാലും മതപരമായ കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുന്ന ഒരു വ്യക്തിത്വം. കാര്യങ്ങൾ ശരിക്ക് പഠിച്ചുകൊണ്ട് മാത്രമേ മറുപടി പറയുകയുള്ളൂ. ഒറ്റയടിക്ക് മറുപടി പറയുന്ന വ്യക്തിത്വമായിരുന്നില്ല. ഞങ്ങളെ പരമ്പരയിൽ എൻ്റെ ഒരു മാമനാണ്
ഞങ്ങൾ കാസിമുല്ലാൻ്റെ പരമ്പരപ്പെട്ട ആളുകളാണ്. അപ്പം മാമനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ വളരെ സൗമ്യമായ ഒരു സ്വഭാവമായിരുന്നു. സൗമ്യമായിരുന്നു മാത്രമല്ല, ഏതൊരാളോടും പുഞ്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ സംസാരിച്ചുകൊണ്ട് ഏത് സംശയം ചോദിക്കുമ്പോഴും അതിൻ്റെ മറുപടി പറയുന്നത് പുഞ്ചിരിയിലൂടെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. ഏതായാലും ഞങ്ങൾക്കെല്ലാം വലിയൊരു നഷ്ടമാണ് വന്നിരിക്കുന്നത്. സമുദായത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പടച്ചോൻ ആഹാരം വിളിച്ചായി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്.